രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശ്ലോകങ്ങളിൽ ഒന്നാണ് ആദിത്യ ഹൃദയ ശ്ലോകം. ഇന്ന് നമുക്ക് ആദിത്യ ഹൃദയ ശ്ലോകത്തെക്കുറിച്ചാണ് നോക്കേണ്ടത്. എങ്ങനെയാണ് ഇതുണ്ടായത്, ഇത് ആർക്കാണ് പറഞ്ഞു കൊടുത്തത്, അതിനെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഗോകുലമാലയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീടുകളിൽ ജപിക്കുന്നത് അത്യുത്തമമാണ്. ഭയമകലാൻ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജപമാണിത്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ദിവസേന ജപിക്കുന്നത് അത്യുത്തമം തന്നെയാണ്. പരീക്ഷകൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയമാണ്, ഇല്ലേ? കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ പരീക്ഷ എന്ന് പറയുന്നത് ഭയം നൽകുന്നു. എന്നാൽ ആ ഭയത്തിൽ നിന്നെല്ലാം ഒരു മോചനമാണ് ഈ ആദിത്യ ഹൃദയ ശ്ലോകം ജപിക്കുന്നത്. ആദിത്യ ഹൃദയം പുണ്യമുള്ളത്, എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്നതും ജയമുണ്ടാക്കുന്നതും ദിവസവും ജപിച്ചാൽ ക്ഷയമില്ലാത്ത പരമശിവതുല്യമായ ഫലം നൽകുന്നതുമാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ശ്രീരാമൻ രാവണനെതിരെ യുദ്ധത്തിൽ തയ്യാറാകുമ്പോൾ അഗസ്ത്യമുനി രാമനോട് പറഞ്ഞു കൊടുത്തതാണ് ഈ ശ്ലോകം. ഈ ശ്ലോകം വരുന്ന ആദിത്യ ഹൃദയം എന്നത് സൂര്യദേവനോടുള്ള പ്രാർത്ഥനയും ധ്യാനവുമാണ്. ഇത് മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും അഹംഭാവം ഒഴിവാക്കലും കൊണ്ടുവരുന്നു. രാമായണത്തിൽ ഏറ്റവും ശക്തിയുള്ള ആന്തരിക ഉണർവ് കൊടുക്കുന്ന പാഠം ഇതാണ്. 31 ശ്ലോകങ്ങളാണ് ആദിത്യ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം ഒരു ധ്യാനമാണ്. ജഗത്തിനെ ഏകമായി നോക്കുന്ന ദൃഷ്ടിയായ സൂര്യദേവതേ സവിതേ ഞാൻ നമസ്കരിക്കുന്നു. ഭൂമിയുടെ സൃഷ്ടിക്കും നിലനിൽപ്പിനുമുള്ള ശക്തിയും നാശത്തിൻ്റെയും കാരണം നീയാണ്. വേദങ്ങളുടെ മൂലമായ ത്രിവേദരൂപനായ 3 ഗുണങ്ങളായ സത്വ രജസ തമസ് ഇവയെ ധരിക്കുന്നവനും ബ്രഹ്മവിഷ്ണു ശിവൻ എന്നീ ത്രിദേവന്മാരെ പ്രതിനിധീകരിക്കുന്ന ആത്മസ്വരൂപനുമാണ് അങ്ങ്. ശ്ലോകം ഇങ്ങനെയാകുന്നു: നമസ്സവിത്രേ ജഗതേക ചക്ഷുസേ ജഗത് പ്രസൂതിസ്ഥിതി നാശഹേതവേ ത്രയീമയായ ത്രിഗുണാത്മധാരിണി വിരിഞ്ചി നാരായണ ശങ്കരാത്മനെ. ഇതിൻ്റെ അർത്ഥമാണ് ഞാൻ മേൽ പറഞ്ഞത്. അതായത് നമ്മുടെ ആദിത്യ ഹൃദയ ശ്ലോകം തുടങ്ങുമ്പോൾ ഉള്ള ധ്യാനമാണ് ഇത്. ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ സൂര്യൻ ഏകദൈവതത്വം പ്രതിനിധീകരിക്കുന്നു. സൃഷ്ടി, സംഹാരം, പോഷണം, വേദങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതനായ അനന്തബോധം സൂര്യൻ മുഖാന്തരം ആവിഷ്കരിക്കപ്പെടുന്നു. ഈ ശ്ലോകം ജപിക്കുന്നത് ആത്മജ്ഞാനത്തിനും ധൈര്യത്തിനും സഹായകരമാണ്. ഇനി ആദിത്യ ഹൃദയ സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകം. ശ്രീരാമൻ്റെ മാനസികാവസ്ഥയും രാവണനെ നേരിടാനുള്ള അതിനിമിത്തമായ അഗസ്ത്യമുനിയുടെ ഉപദേശത്തിൻ്റെ ആരംഭവുമാണ് ഈ ശ്ലോകം. തതോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ചാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം. യുദ്ധത്തിൽ വളരെ ക്ഷീണിച്ചിരുന്ന ശ്രീരാമൻ യുദ്ധഭൂമിയിൽ ആശങ്കയോടെയും ആലോചനയോടെയും കാത്തുനിന്നു. അതിനിടയിൽ രാവണൻ യുദ്ധത്തിനായി മുന്നിലെത്തിയതും അദ്ദേഹം കണ്ടു. ഈ ആദ്യത്തെ ശ്ലോകത്തിൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണോ? ഇത് നമ്മുടെ തന്നെ മാനസികാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ മാനസിക അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. വലിയ ഉത്തരവാദിത്തം, ദൗർബല്യവും ആശങ്കയും നിറഞ്ഞ മനസ്സിന് ദൈവിക സഹായം വേണം എന്ന ബോധമാണ് ഈ ശ്ലോകത്തിൽ കൂടി കാണിച്ചു തരുന്നത്. ജീവിതത്തിൽ തുടർച്ചയായ വെല്ലുവിളികളാൽ ക്ഷീണിച്ച മനസ്സിന് ആദിത്യ ഹൃദയം പോലെ ഒരു അവലംബം ആവശ്യമുണ്ട് എന്ന സന്ദേശമാണ് ആദിത്യ ശ്ലോകത്തിൽ കൂടി നമ്മളെ കാണിച്ചു തരുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ദൈവങ്ങൾ ഒരു അപൂർവ ദൃശ്യമായ ഈ മഹായുദ്ധം കാണാനെത്തുമ്പോൾ മഹാതപസ്യായ അഗസ്ത്യമുനി ശ്രീരാമനെ സമീപിച്ച് ഉപദേശം തുടങ്ങുന്നു. അതായത് ശ്ലോകം ഇങ്ങനെയാണ്: ദൈവതൈശ്ച സമാഗമ്യ ദ്രഷ്ടുമഭ്യാഗതോരണം ഉപാഗമ്യാബ്രവീത് രാമം അഗസ്ത്യോ ഭഗവാനിർഷി. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാകുന്നു: ദേവതകൾ കൂടെ യുദ്ധം കാണാനായി എത്തിയപ്പോൾ മഹർഷിയായ അഗസ്ത്യമുനി ശ്രീരാമനോട് സമീപിച്ച് പറഞ്ഞു. ഇതിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ ഫലം എന്താണ്? ദൈവങ്ങൾ പോലും ഈ യുദ്ധം കാണാൻ എത്തുന്നതിൻ്റെ വിശേഷതയും ഗൗരവവും ഈ ശ്ലോകത്തിൽ പ്രതിഫലിക്കുന്നു. ദൈവിക സഹായം ഉണ്ടാകുന്ന സമയത്ത് സദാചാരമുള്ളവർക്കായി ഗുരുവായ ഒരാൾ, ഇവിടെ അഗസ്ത്യമുനിയാണ്, മുന്നോട്ട് വരുന്നു. ഗുരുവിൻ്റെ വാക്കുകൾക്കുള്ള വിശ്വാസം ദൈവം നേരിട്ട് സംസാരിക്കുന്നു എന്നതിന് തുല്യം ആണെന്നാണ് സൂചന. മൂന്നാം ശ്ലോകം, അതായത് ശ്രീരാമനോട് അഗസ്ത്യ മഹർഷി ആദിത്യ ഹൃദയത്തിലേക്കുള്ള നേരിട്ടുള്ള ഉപദേശം ആരംഭിക്കുന്നതിൻ്റെ തുടക്കമാണ്. ശ്ലോകം ഇങ്ങനെയാകുന്നു: രാമരാമ മഹാബാഹു ശൃണുഗുഹ്യം സനാതനം യേന സർവാനരിൻ വത്സസമരെ വിജയസ്യാസി. അർത്ഥം ഇങ്ങനെയാകുന്നു: രാമ,
മഹാഭുജശക്തിയുള്ളവനെ, നീ കേൾക്കൂ ഈ ശാശ്വതമായ രഹസ്യജ്ഞാനം. അതിനാൽ നീ എല്ലാ ശത്രുക്കളെയും യുദ്ധത്തിൽ ജയിക്കും മകനെ. ഈ ശ്ലോകത്തിൻ്റെ ഫലം എന്തെന്നോ? ഗുരുവിൻ്റെ ദൈവിക ഉപദേശത്തിനുള്ള വാതിലാണ് ഇത്. ശൃണുഗുഹ്യം സനാതനം എന്ന് പറഞ്ഞ് അഗസ്ത്യൻ സൂചിപ്പിക്കുന്നത് ആദിത്യഹൃദയം ഒരു ദിവ്യവും പ്രാചീനവും അക്ഷയമായ ജ്ഞാനമാണെന്നുമാണ്. വത്സ എന്നതിലൂടെ ഗുരുഭക്തനോട് സ്നേഹപരവും ഉപദേശപരവുമായ ബന്ധമാണ് സ്ഥാപിക്കുന്നത്. ഈ ശ്ലോകം ജപിക്കുക കൊണ്ട് വിശ്വാസവും ആത്മവിശ്വാസവുമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ശ്രീരാമ, നീ ഈ രഹസ്യത്തിൽ ശാശ്വതമായ തത്വം മനസ്സിലാക്കണം. അതിനാൽ നീ യുദ്ധത്തിൽ വിജയിയാകും. 4-ാം ശ്ലോകം അഗസ്ത്യ മഹർഷി ശ്രീരാമനെ ആദിത്യഹൃദയ സ്തോത്രത്തിൻ്റെ മഹത്വം വിശദീകരിച്ച് പ്രേരിപ്പിക്കുന്നതാണ് 4-ാം ശ്ലോകം. ശ്ലോകം ഇങ്ങനെയാണ്: ആദിത്യഹൃദയം പുണ്യം സർവശത്രുവിനാശനം ജയാവഹം ജപേ നിത്യം അക്ഷയം പരമം ശിവം. അർത്ഥം ഇങ്ങനെയാകുന്നു: ഈ ആദിത്യഹൃദയം എന്ന സ്തോത്രം പുണ്യവും ശത്രുവിനാശന ശക്തിയുമുള്ളതാണ്. ഇത് വിജയം നൽകുന്നതും ദിവസേന ജപിക്കപ്പെടേണ്ടതും ക്ഷയിക്കാത്തതും പരമശുഭമൂല്യവും ഉള്ളതുമായ ഒരു ദിവ്യ സ്തവമാണ്. ഇതിൻ്റെ ഫലം എന്തെന്നോ? ആദിത്യഹൃദയത്തിൻ്റെ ഫലശ്രുതിയുടെ ഒരു പ്രാരംഭ ഘോഷണമാണ്. ജപിച്ചാൽ ശത്രുവിൻ്റെ ദോഷശക്തികൾ ഇല്ലാതാകും, വിജയം ഉറപ്പാണ്, പാപങ്ങൾ ക്ഷയിക്കും, ക്ഷീണം മാറി ഉത്സാഹവും ആന്തരിക ശക്തിയും ലഭിക്കും. 5-ാം ശ്ലോകത്തിൽ സ്തവത്തിൻ്റെ ഔഷധ സമാനമായ ഗുണഗണങ്ങൾ അഗസ്ത്യ മഹർഷി വിശദീകരിക്കുന്നു. ശ്ലോകം ഇങ്ങനെയാണ്: സർവമംഗളമാംഗല്യം സർവപാപപ്രണാശനം ചിന്താശോക പ്രശമനം ആയുർവർദ്ധനമുത്തമം. അർത്ഥമെന്തെന്നാൽ സർവമംഗളങ്ങളുടെയും മധ്യത്തിൽ ഉന്നതമായ ഒരു മംഗളത്വം എല്ലാ പാപങ്ങളെ നശിപ്പിക്കുകയും ചിന്തയും ദുഃഖവും ശമിപ്പിക്കുകയും ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ തരത്തിലും ഉത്തമമായ ഒരു സ്തവമാണ് ഇത്. ഇതിൻ്റെ ഫലമെന്തെന്നാൽ ഈ ശ്ലോകം ആദിത്യഹൃദയ ജപത്തിൻ്റെ ഉദാത്ത ഗുണങ്ങളും ഫലങ്ങളും വ്യക്തമാക്കുന്നതാണ്. പാപനിവൃത്തി, മനസ്സിലെ ആശങ്കയും ദുഃഖവും ഇല്ലാതാക്കുക, ആയുസ്സിന് ദീർഘം ഉണ്ടായിരിക്കുക, ഉള്ളിലുണ്ടാകുന്ന ശാന്തിയും മംഗളത്വവും വർദ്ധിപ്പിക്കുക. സൂര്യനെ സമർപ്പിച്ച ഈ സ്തവം ദൈവികവും സുഖപരവുമായ ജീവിതത്തിനുള്ള ഒരു കാതലായ ശ്ലോകം തന്നെയാണ്. 6-ാം ശ്ലോകം ശ്രീരാമന് അഗസ്ത്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് ദേവതകളും അസുരന്മാരും നമസ്കരിക്കുന്ന ആകാശത്തിൽ ഉദിക്കുന്ന ഈ സൂര്യനെ പൂജിക്കണമെന്നാണ്. ശ്ലോകം രശ്മിമന്ദം സമുന്ധ്യന്തം ദേവാസുര നമസ്കൃതം പൂജയസ്വ വിവസ്വന്തം ഭാസ്കരം ഭുവനേശ്വരം. ഇതിൻ്റെ അർത്ഥമെന്താണ്? കിരണങ്ങളാൽ ഉജ്ജ്വലമായും ആകാശത്തിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദേവതകളും അസുരന്മാരും നമസ്കരിക്കുന്നവനുമായ സൂര്യദേവനെ, ലോകങ്ങളുടെയും അധിപനായ ആ ഭാസ്കരനെ നീ ഭക്തിപൂർവം പൂജിക്കണം രാമ. ഇതിൻ്റെ ഫലം ഈ ശ്ലോകം പൂജയുടെ ഭാവവും ദിവ്യത്വവും നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൂര്യൻ എന്നാൽ ദൈവത്തിൻ്റെയും അസുരന്മാരുടെയും മേലധികാരി എന്നതിൻ്റെ ഒരു സൂചന പോലെയാണ്. കിരണങ്ങളാൽ തെളിയുന്ന, ലോകത്തെ ഉണർത്തുന്ന, ജാഗരത്വം പകരുന്ന പ്രകാശ സൂര്യനെ പൂജിക്കണമെന്നത് ആത്മജാഗ്രതയ്ക്കുള്ള ആഹ്വാനം കൂടിയാണ്. ജപിച്ചാൽ പ്രഭോ, ശക്തി, സമാധാനം, ആത്മനിബന്ധം എന്നിവ മനസ്സിൽ ഉണ്ടാകുന്നു എന്നുള്ളതും അഗസ്ത്യമുനി ശ്രീരാമനെ ബോധിപ്പിക്കുന്നു. 7-ാം ശ്ലോകം സൂര്യൻ്റെ ദൈവത്വം, സാർവഭൗമത്വം, സർവാത്മത്വം എന്നിവ വിശദീകരിക്കുന്നതാണ്. സർവദേവാത്മകോ ഹേഷ ത്യജസീരശ്മി ഭാവന ഏഷ ദേവാസുരഗണാൻ ലോകാൻ പാതി ഗഭസ്തിഫീൻ. എല്ലാ ദേവതകളുടെയും ആത്മാവായ മഹാപ്രകാശ ശക്തിയുള്ള ഈ സൂര്യൻ കിരണങ്ങളിലൂടെ ലോകത്തെ പോഷിപ്പിക്കുകയും ദേവതകളെയും അസുരന്മാരെയും അടങ്ങുന്ന സമസ്ത ലോകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ശ്ലോകം സൂര്യന് ദൈവിക സമഗ്രതയാണ് വ്യക്തമാക്കുന്നത്. അദ്വിതീയത, മറ്റേതൊരു ദേവനും അത്ര മനോഹരമായി പ്രകാശമേകുന്നവനും അല്ല. പോഷകശക്തി, സൂര്യൻ്റെ കിരണങ്ങളാണ് സകല ജീവനും നിലനിർത്തുന്നത്. സംരക്ഷകനായിട്ട് ദൈവങ്ങളുടെയും അസുരന്മാരുടെയും ജഗത്തിൻ്റെയും രക്ഷകനും ആയിട്ട് വരുന്നു. ജപിക്കുന്നവന് എന്താണ് ലഭ്യമാകുക? ആത്മവിശുദ്ധി, ജീവശക്തി, ദൈനംദിന സംരക്ഷണം എന്നിവ ഉറപ്പാണ്. 8-ാം ശ്ലോകം അഗസ്ത്യ മഹർഷി സൂര്യൻ പല ദേവതകളുടെയും തത്വസ്വരൂപമാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ശ്ലോകം ഏഷ ബ്രഹ്മാ ച വിഷ്ണുശ്ച ശിവസ്കന്ദ പ്രജാപതി മഹേന്ദ്രോധനത കാലോ യമ സോമോ ഹ്യപാംപതി.
ഈ സൂര്യൻ തന്നെയാണ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സ്കന്ദൻ, പ്രജാപതി, മഹേന്ദ്രൻ, ധനതൻ, കാലദേവൻ, യമൻ, സോമൻ, ജലങ്ങളുടെയും അധിപൻ, അതായത് വരുണൻ എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. സകല ദേവതകളുടെയും ആധാരഭൂതനായതും തത്വമായതും സൂര്യനാണെന്ന് സുതാര്യമായി പറയുകയാണ്. ഈ ധ്യാനത്തിലൂടെ ഭക്തന് മനസ്സിലുള്ള ഭിന്നതകൾ ഇല്ലാതാകുന്നു. സകല ദേവതാരാധനയും ഏകത്വത്തിലേക്ക് ചേരുന്നു. ഏകതത്വബോധം ഉരുത്തിരിയുന്നു. ബ്രഹ്മം സൂര്യസ്വരൂപമാകുന്നു. ഈ സൂര്യൻ തന്നെ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സ്കന്ദനും ഇന്ദ്രനും യമനും സാക്ഷാൽ ദൈവങ്ങളുടെ ദൈവമായ ഭാസ്കരൻ ആകുന്നു. 9-ാം ശ്ലോകം. അഗസ്ത്യ മഹർഷി സൂര്യൻ്റെ സർവ്വദേവാത്മത്വം കൂടുതൽ ദൃഢമായി പറയുകയാണ്. പിതൃവർഗം മുതൽ വായു, അഗ്നി, കാലചക്രം വരെയുള്ള എല്ലാ ദേവതകളും സൂര്യനിൽ സംയുക്തമാണ്. ശ്ലോകം. പിതരോ വസവസാധ്യ ഹിഷിണൗ മരുതോ മനു വായുരഗ്നി പ്രജാപ്രാണ ഋതുകർത്ത പ്രഭാകര. പിതൃവർഗങ്ങൾ, വസുദേവതകൾ, സാധ്യർ, അശ്വിനി ദേവതകൾ, മരുത്വദേവതകൾ, മനുവായു, അഗ്നി സകല ജീവികൾക്കും ജീവശക്തിയായും ഋതുക്കളെ നിർമ്മിക്കുന്നവനായും പ്രകാശം പകരുന്നവനായ സൂര്യൻ. സൂര്യൻ ഒരു ദൈവം മാത്രമല്ല, സൃഷ്ടിയും പ്രാണനും കാലവുമാണ്. എല്ലാ പ്രകൃതി ശക്തികളും വായു, അഗ്നി, ഋതു, ജീവശക്തി സൂര്യനിൽ ആത്മതത്വമായി ഏകീകരിക്കുന്നു. ഈ ശ്ലോകം ജപിക്കുക വഴി ശരീരശുദ്ധിക്കും ഋതുശുദ്ധിക്കും പ്രാണബലം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. പിതൃദോഷങ്ങളും കാലദോഷങ്ങളും ശാന്തമാകും. ശ്ലോകം 10 സൂര്യൻ്റെ പല നാമങ്ങളും ഗുണവിശേഷണങ്ങളും വിശദീകരിക്കുന്നു. ഈ നാമങ്ങൾ സൂര്യനിലെ ദൈവീകത, പ്രകാശത്വം, ഊർജം, ഗതിശീലത, സൃഷ്ടിശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ശ്ലോകം. ആദിത്യ സവിതാ സൂര്യ ഖഗഭൂഷ ഗഭസ്ഥിമാൻ സുവർണ സദൃശ്യോ ഭാനു ഹിരണ്യരേത ദിവാകര. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ ആദിത്യൻ, സവിതാവ് സൂര്യൻ, ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഖഗൻ, ലോകത്തെ പോഷിപ്പിക്കുന്ന പൂഷ്യൻ, കിരണങ്ങൾക്ക് ഉടമയായവൻ ഖഭസ്ഥിമാൻ, പൊൻമണിക്ക് തുല്യമായ പ്രകാശമുള്ളവൻ, ഭാനു അത്യുത്തമ പ്രഭയുള്ളവൻ, ഹിരണ്യരേത ദിവ്യ ബീജമുള്ള സൃഷ്ടാവ്, ദിനസൃഷ്ടിക്കാരനായ ദിവാകരൻ. ഈ എല്ലാവരും സൂര്യനോട് ചേർന്ന നാമങ്ങളാണ്. ഈ നാമങ്ങൾ ജപിച്ചാൽ ആത്മശുദ്ധിയും ജ്ഞാനവൃദ്ധിയും ലഭിക്കുന്നു. ദിവ്യദർശനത്തിന് വഴിയൊരുങ്ങുന്നു. ആകാശത്തിൽ സഞ്ചരിക്കുന്നവൻ, പൊൻപ്രഭയുള്ളവൻ, ദിനസൃഷ്ടിക്കാരൻ. സൂര്യൻ്റെ ഓരോ നാമവും ദിവ്യമായ ഒരു ഗുണത്തിൻ്റെ പ്രതീകമാണ്. 11-ാം ശ്ലോകം. സൂര്യൻ്റെ വാഹനവും പ്രകാശശക്തിയും അന്ധകാരമില്ലാതാക്കുന്ന ശേഷിയും ദിവ്യസ്വരൂപവും ഇവയുടെ വിശേഷങ്ങളാണ് വ്യക്തമാക്കുന്നത്. ശ്ലോകം. ഹരിതശ്വാസഹസ്രാജി സപ്തസപ്തിർമരീചിമാൻ തമിരോന്മദന ശംഭു ത്വഷ്ടമാർത്താണ്ഡകോംശുമാൻ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാകുന്നു. പച്ച നിറമുള്ള കുതിരകളാൽ എഴുന്നേൽക്കുന്നവൻ, ആയിരക്കണക്കിന് കിരണങ്ങളുള്ളവൻ, 7 കുതിരകളെ ഓടിക്കുന്നവൻ, കിരണങ്ങളാൽ ആകെ നിറഞ്ഞവൻ, അന്ധകാരമില്ലാതാക്കുന്നവൻ, ശാന്തിയും മംഗളവും പകരുന്നവൻ, രൂപങ്ങൾ സൃഷ്ടിക്കുന്ന ത്വഷ്ടാവായവൻ, മാർത്താണ്ഡൻ, അതിഥിയുടെ പുത്രനായ സൂര്യപുത്രൻ, ദീപ്തമായ കിരണം ഉള്ളവൻ. ഇതിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ ഫലം. അന്ധകാര നിവാരകൻ എന്നുദ്ദേശിക്കുന്നത് തമസോ മാ ജ്യോതിർഗമയ എന്നത് പ്രതിഫലിക്കുന്നു. ദിവസത്തിൻ്റെ രൂപകരൻ, പ്രകാശം പകരുന്ന ജ്ഞാന സൂര്യൻ. 7 കുതിരകൾ 7 ദിനങ്ങളെ, 7 ഋതുക്കളെ, 7 ഊർജങ്ങളുടെയും പ്രതീകമാണ്. ഈ ശ്ലോകം ജപിക്കുമ്പോൾ അന്തരംഗ തമസ്സുകൾ, അതായത് അവിജ്ഞാനം, ആശങ്ക, ദുഃഖം ഇങ്ങനെയുള്ളത് ഇല്ലാതാകുന്നു. ദീർഘായുസ്, പ്രഭ, ധൈര്യം, തേജസ് ഇവ വർദ്ധിക്കുന്നു. 12-ാം ശ്ലോകം. സൂര്യൻ്റെ ഉദ്ഭവം, പ്രകാശശക്തി, താപം, ശീതതത്വ നിവാരണം, ദൈവിക രൂപങ്ങൾ എന്നിവ വ്യക്തമാക്കുന്നു. ശ്ലോകം. ഹിരണ്യഗർഭശിശിര തപനോ ഭാസ്കരോ രവി അഗ്നിഗർഭോദിതേ പുത്ര ശങ്കശിശിരനാശന. ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ? ഹിരണ്യഗർഭൻ ശിശിരത്വത്തിൻ്റെ മേൽനോട്ടക്കാരൻ, താപം നൽകുന്നവൻ, പ്രകാശം പകരുന്നവൻ. രവി അഗ്നിശക്തി ഉൾക്കൊള്ളുന്നവൻ, അതിഥിയുടെ പുത്രൻ. ശങ്കൻ അർത്ഥം ശുഭത്വം ഉള്ളവൻ, ശിശിരകാലത്തെ ഇല്ലാതാക്കുന്നവൻ. ഈ എല്ലാം തന്നെ സൂര്യൻ തന്നെയാകുന്നു. ഇതിൻ്റെ ഫലം ബ്രഹ്മതത്വമായ ഹിരണ്യഗർഭം, അതായത് സൃഷ്ടിയുടെ ഉദ്ഭവമാണ് സൂര്യൻ. താപവും പ്രകാശവും കൈവരുത്തുന്ന ജ്യോതിയാണ് സൂര്യൻ. ശീതകാലത്തെയും അവസ്ഥകളെയും തകർക്കുന്ന ചൈതന്യ ശക്തിയുമാണ് സൂര്യൻ. ഇത് ജപിക്കുന്നവന് ശരീരത്തിലെ ആന്തരിക താപശക്തി നിലനിർത്തപ്പെടും. അന്തർമനസ്സിലെ ജഡത്വം നീങ്ങി ഉജ്ജ്വലതയും ഉത്സാഹവും ലഭിക്കും.
13-ാം ശ്ലോകത്തിൽ സൂര്യൻ്റെ ദൈവീക ശക്തിയും വേദപരിണാമത്തിലും പ്രകൃതി സഞ്ചാരത്തിലുമുള്ള പങ്ക് ദൃഢമായി വ്യക്തമാക്കുന്നു. ശ്ലോകം വ്യോമനാദസ്തമോഭേദി ഋഗ്യജുസ്സാമപാരക ഘനാവൃഷ്ടിരപാമിത്രോ വ്യന്ധ്യവീതി പ്ലവങ്കമ. അർത്ഥമെന്തെന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അന്ധകാരം തകർക്കുന്നവൻ, ഋഗ്വേദം യജുർവേദ സാമവേദങ്ങളിൽ താൽപ്പര്യമായുള്ളവൻ, കനത്ത മഴയ്ക്കു കാരണമാകുന്നവൻ, ജലതത്വങ്ങളോട് സൗഹൃദത്വം പുലർത്തുന്ന മിത്രദേവൻ, വിന്ധ്യപർവ്വതത്തിലൂടെ സഞ്ചരിക്കുന്നവൻ, ഇതെല്ലാം തന്നെ സൂര്യദേവനാണ്. ഇതിൻ്റെ ഫലം ആകാശഭദ്രൻ, അന്ധകാര നിവാരകൻ, വേദസാരമായ ദിവ്യത്വം, മഴയ്ക്കുള്ള നിയന്ത്രണ ശക്തി, ജലസങ്കേതങ്ങളോടുള്ള താത്വിക ബന്ധം, ഗതിശീലത എന്നിവയൊക്കെ സൂര്യനിൽ സംയുക്തമാണ്. ഇത് ജപിക്കുന്നവന് പ്രകൃതിയുമായി അനുഭവം, ശുദ്ധീകരണം, സത്യബോധം എന്നിവ പ്രാപ്യമാകും. വേദബോധവും പ്രകാശശക്തിയും ഉൾക്കൊള്ളുന്നു. ആകാശത്തെ ഭരിക്കുന്ന മഴയുടെ നിയന്താവ്, വേദങ്ങളുടെ ആത്മാവായ പ്രകാശദേവൻ, ഇവൻ വിന്ധ്യപർവ്വതങ്ങളിലൂടെ ഉല്ലസിച്ച് സഞ്ചരിക്കുന്നു. 14-ാം ശ്ലോകം സൂര്യൻ്റെ ശക്തിശാലിയായ ദൈവിക സ്വഭാവം, സർവവ്യാപിത്വം, ജീവചക്രത്തിലെ പങ്ക്, ബ്രഹ്മസങ്കല്പം എന്നിവയെ പ്രതിപാദിക്കുന്നു. ശ്ലോകം ഇങ്ങനെയാകുന്നു: ആതപി മണ്ഡലീ മൃത്യു പിങ്ങള സർവതാപന കവിർവിശ്വോ മഹാതേജ രക്തസർവഭവോത്സവ. ഇതിൻ്റെ അർത്ഥമെന്തെന്നാൽ ചൂട് പകരുന്നവൻ, പ്രകാശമണ്ഡലം വഹിക്കുന്നവൻ, മരണചക്രത്തിൽ പങ്കുള്ളവൻ, മഞ്ഞ കിരണങ്ങളുള്ളവൻ, സകല ജീവികളെയും തപിക്കുന്നവൻ, സർവജ്ഞനായ കവി, സർവഭൗമമായ വിശ്വസ്വരൂപി, അതിപ്രഭാശാലി, ചുവപ്പ് നിറമുള്ളവൻ, സകല ഭാവങ്ങളുടെ ഉദ്ഭവശക്തി, ഈ ഗുണങ്ങളാൽ സമ്പുഷ്ടനായവനാണ് സൂര്യൻ. ജീവനുള്ള ഓരോ സ്വരൂപത്തിൻ്റെ ഉദ്ഭവം മൂലം മരണത്തിന് അടിസ്ഥാനം നൽകുന്ന കാലശക്തിയുടെയും ഭാഗം, സർവമെത്തിയ സർവം ഭസിക്കുന്ന ജ്ഞാനശക്തി. ഇത് ജപിക്കുന്നവന് തേജസ്, ദൃഢത, ആത്മശുദ്ധി എന്നിവ ലഭിക്കും. ഭയങ്ങൾ, അനിശ്ചിതത്വം, ബുദ്ധിമുട്ടുകൾ ഇവ അകന്നുപോകും. സകല സൃഷ്ടിയുടെയും ഉദ്ഭവവും അവസാനവുമാകുന്ന ജ്വലിക്കുന്ന ചക്രസ്വരൂപം സൂര്യൻ സർവജ്ഞനും സർവതേജസ്സുമാണ്. 15-ാം ശ്ലോകത്തിൽ സർവ്വതാരാഗ്രഹ നക്ഷത്രങ്ങളുടെയും ഭരണാധികാരിയും പ്രകൃതിശക്തികൾക്ക് അതീതനുമായ പ്രകാശസ്വരൂപിയുമായ ദൈവീകത്വം പ്രതിപാദിക്കുന്നു. ശ്ലോകം ഇങ്ങനെയാകുന്നു: നക്ഷത്രഗ്രഹതാരാണാം അതിപോ വിശ്വഭാവന തേജസാമപി തേജസി ദ്വാദശാത്മ നമോസ്തുതേ. നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും താരകങ്ങൾക്കും ഭരണാധിപനായി സർവ്വലോകങ്ങളെ സൃഷ്ടിക്കുകയും ഭവിപ്പിക്കുകയും ചെയ്യുന്നവനായ പ്രകാശശക്തികളിലും ഏറ്റവും ദിവ്യമായ പ്രഭയുള്ളവനും 12 രൂപങ്ങളിലായി പ്രഭവിക്കുന്ന ദ്വാദശാത്മാവായ സൂര്യദേവൻ, നിനക്ക് നമസ്കാരം ഉണ്ടാകട്ടെ. ഇതിൻ്റെ ഫലം ദിവസങ്ങളുടെ, മാസങ്ങളുടെ, വർഷചക്രത്തിൻ്റെ നിയന്ത്രകനാണ് സൂര്യൻ. ആകാശമണ്ഡലത്തിലെ ഗ്രഹനക്ഷത്രങ്ങളുടെ പ്രേരകശക്തി, തേജസ്സുകളുടെ അതായത് പ്രകാശങ്ങളുടെ ആധാരദേവത, അതിനാൽ ജ്ഞാനത്തിൻ്റെ ഉറവിടം. ഈ ശ്ലോകം ജപിച്ചാൽ ഗ്രഹദോഷശാന്തി, ബുദ്ധിശുദ്ധി, ദൃഢവൈഭവം ഇവ ലഭിക്കുന്നു. സൂര്യദർശനവും പൂജയും 12 മാസങ്ങളിലും ഫലപ്രദമാകുന്നു. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും താരകങ്ങളും ഭരിക്കുന്ന പ്രകാശശക്തികൾക്കും അപ്പുറം തേജസ്സുള്ള ദ്വാദശാത്മാവായ സൃഷ്ടികർത്താവിന് വന്ദനമെന്നാണ് ഈ ശ്ലോകം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 16-ാം ശ്ലോകത്തിൽ സൂര്യൻ്റെ ഭൗമഗതിയും ആകാശീയത്വവും ദിവ്യത്വവും മഹത്വത്തോടുകൂടി ബന്ധിക്കപ്പെടുന്നു. ശ്ലോകം നമപൂർവായഗിരയെ പശ്ചിമായാദ്രിയേ നമ ജ്യോതിർഗണാനാം പതയെ ദിനാധിപതയേ നമ. കിഴക്കേ മലകളിൽ ഉദിക്കുന്ന സൂര്യനു വന്ദനം, പടിഞ്ഞാറ് അസ്തമിക്കുന്ന മലകളിലേക്കുള്ള യാത്രക്കാരനും വന്ദനം. സകല ജ്യോതിർഗണങ്ങളുടെയും അധിപനായ ദൈവസ്വരൂപനെ, ദിവസം ഭരിക്കുന്ന അധിപനെ വന്ദനം. ഭൂമിയിലെ സഞ്ചാരവും ദിനരാത്രികളുടെ നിയമവും പ്രകാശമുള്ള എല്ലാ വസ്തുക്കളുടെ പ്രേരകശക്തിയും പ്രതിനിധീകരിക്കുകയാണ് ഇവിടെ. ഈ ശ്ലോകം ജപിച്ച് സൂര്യനെ പ്രണാമമർപ്പിക്കുമ്പോൾ കാലാനുഭവത്തിൽ സമത്വബോധവും പ്രകാശബോധവും ഗ്രഹനക്ഷത്ര ദോഷശാന്തിയും ലഭിക്കുന്നു. കിഴക്കിലുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന ദിവസങ്ങളുടെയും പ്രകാശത്തിൻ്റെയും അധിപനെ നിനക്ക് നമസ്കാരം. 17-ാം ശ്ലോകത്തിൽ സൂര്യനോട് 5 തവണ നമസ്കാരം അർപ്പിച്ച് സൂര്യൻ്റെ വിജയശക്തിയും ദിവ്യപ്രഭയും, അശ്വയാനത്തിൻ്റെ അതായത് രഥശക്തിയുടെ ഗംഭീരത്വവും ആദിത്യൻ്റെ മഹത്വവും ധ്യാനിക്കുകയാണ്. ശ്ലോകം ജയായ ജയഭദ്രായ ഹര്യശ്വായ നമോ നമ നമോ നമ സഹസ്രാംശോ ആദിത്യായ നമോ നമ. ഇതിൻ്റെ അർത്ഥം ജയം നൽകുന്നവനെ, മംഗളമായ വിജയം പകരുന്നവനെ,
പച്ചക്കുതിരകളാൽ രഥത്തിൽ സഞ്ചരിക്കുന്നവനെ നിനക്ക് നമസ്കാരം, വീണ്ടും നമസ്കാരം. 1000 കിരണങ്ങളാൽ ഉജ്ജ്വലനായവനെ, അതിഥിയുടെ പുത്രനായി ദിവ്യപ്രകാശമായി വിളങ്ങുന്നവനെ നിനക്ക് നമസ്കാരം, വീണ്ടും നമസ്കാരം. ഇതിൻ്റെ ഫലമെന്തെന്നാൽ വിജയം, തേജസ്, ശത്രു നിവാരണ ശക്തി എന്നിവ നൽകുന്നു. ആശ്വാസം, ആത്മവലിപ്പം, ദൈവാനുഗ്രഹം എന്നിവ ലഭിക്കുന്നു. നമോ നമ എന്ന ആവർത്തനം സൂര്യൻ്റെ പുനർധ്യാനം സൂചിപ്പിക്കുകയാണ്. മനസ്സിൽ പൂർണ്ണ ശരണാഗതി സ്ഥാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ജയം പകരുന്നവൻ, പ്രകാശം പകരുന്നവൻ, പച്ചക്കുതിരകളിൽ സഞ്ചരിക്കുന്ന ആദിത്യൻ, സഹസ്രപ്രഭനെ നിനക്ക് നമസ്കാരം, വീണ്ടും നമസ്കാരം. 18-ാം ശ്ലോകത്തിൽ സൂര്യദേവൻ്റെ ഉഗ്രത്വം, വീരത്വം, ശക്തിപൂർണമായ സ്വരൂപം, കമല പ്രബോധം, ദിവ്യതേജസ്സായ മാർത്താണ്ഡ സ്വരൂപം എന്നിവയെ നമസ്കാര രൂപത്തിൽ ദീർഘമായി ധ്യാനിക്കുന്നു. ശ്ലോകം: നമ ഉഗ്രായ വീരായ സാരംഗായ നമോ നമ, നമ പത്മപ്രബോധായ മാർത്താണ്ഡായ നമോ നമ. ഇതിൻ്റെ അർത്ഥമെന്തെന്നാൽ ഉഗ്രതയും ധൈര്യവും നിറഞ്ഞവനെ, പ്രഭയാൽ മയൂരനെന്ന പോലെ തിളങ്ങുന്നവനെ നിനക്ക് നമസ്കാരം, വീണ്ടും നമസ്കാരം. കമലങ്ങൾ വിരിയാൻ കാരണമാകുന്നവനെ, മാർത്താണ്ഡനെന്ന ആകാശത്തിലെ ദിവ്യശക്തിയെ നിനക്ക് നമസ്കാരം, വീണ്ടും നമസ്കാരം. ഇതിൻ്റെ ഫലമെന്തെന്നാൽ ധൈര്യത്തിൻ്റെ ദൈവമായാണ് ഇവിടെ സൂര്യനെ ആരാധിക്കുന്നത്. വീരായ എന്ന് പറയുന്നതിലൂടെ സൃഷ്ടിശക്തിയുടെ ജാഗ്രതകാരനാണ്. പത്മപ്രബോധായ, തേജസ്സിൻ്റെ സ്ഫോടനം, ഉഗ്രായ. ഈ ശ്ലോകം ജപിച്ചാൽ ഭയം, ആന്തരിക ദൗർബല്യം, ജഡത്വം എന്നിവ മാറുന്നു. താളം, ഉത്സാഹം, ധൈര്യം എന്നിവ വർദ്ധിക്കുന്നു. ഉഗ്രതയും ധൈര്യവും ധാരാളമായ ദൈവം, കമലങ്ങളെ വിരിയിക്കുന്ന ദിവ്യപ്രഭയായ മാർത്താണ്ഡനെ നിനക്ക് നമസ്കാരം. 19-ാം ശ്ലോകം സൂര്യദേവൻ ബ്രഹ്മാവും ഈശ്വരനുമാകുന്ന പരമശക്തിയായി, ദിവ്യപ്രഭയും ജ്വാലാമയ രൂപവും സകലവും ദഹിപ്പിക്കുന്ന പ്രപഞ്ചശക്തിയായും വന്ദിക്കപ്പെടുന്നു. ശ്ലോകം ഇങ്ങനെയാകുന്നു: ബ്രഹ്മേശാനാച്യുതേശായ സൂര്യായാദിത്യവർച്ചസേ ഭാസ്വതേ സർവഭക്ഷായ രൗദ്രായ വപുഷേ നമഃ. ഇതിൻ്റെ അർത്ഥമെന്തെന്നാൽ ബ്രഹ്മാവായും മഹേശ്വരനായും അച്യുതനായ വിഷ്ണുവായും സംയുക്ത സ്വരൂപനായ, പ്രഭയോടെ തിളങ്ങുന്ന ആദിത്യ സ്വരൂപനായ സൂര്യദേവനെ, സകലതും ദഹിപ്പിക്കുന്ന ഉഗ്ര സ്വഭാവമുള്ള ജ്വലിച്ചു തിളങ്ങുന്ന ദേഹമുള്ളവനെ നിനക്ക് നമസ്കാരം. ഇതിൻ്റെ ഫലം അല്ലെങ്കിൽ പ്രഭാവം എന്തെന്നാൽ ഈ ശ്ലോകം സൂര്യനെ ബ്രഹ്മ, വിഷ്ണു, ശിവതത്വങ്ങൾ സംയുക്തമായി കാണുന്നു. പ്രകാശം, താപം, ദഹനശക്തി, പ്രപഞ്ചനാശം എന്നിവയുടെ ദൈവരൂപമാകുന്നു. ഇത് ജപിക്കുന്നവന് അഭയബോധം, ആന്തരിക ശക്തി, ദോഷനിവൃത്തി, ശത്രു നിവാരണ ശക്തി, ഗുരുത്വം എന്നിവ ലഭിക്കുന്നു. ബ്രഹ്മനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും താനായി ഒരുമിപ്പിച്ച ജ്വാലാമയ പ്രഭയിൽ തിളങ്ങുന്ന, സകലതും ദഹിപ്പിക്കുന്ന രൗദ്രരൂപനായ സൂര്യദേവനെ നിനക്ക് നമസ്കാരം. 20-ാം ശ്ലോകത്തിൽ സൂര്യനെ അന്ധകാരം നശിപ്പിക്കുന്ന, ശത്രുക്കളെ നശിപ്പിക്കുന്ന ദൈവമായും ജ്യോതിശാസ്ത്രത്തിൻ്റെ അധിപനായും പൂജിക്കപ്പെടുന്നു. ശ്ലോകം ഇങ്ങനെയാകുന്നു: തമോജ്ഞായ ഹിമാജ്ഞായ ശത്രുഘ്നായ മിതാത്മനെ കൃതജ്ഞായ ദേവായ ജ്യോതിഷാം പതയേ നമ. ഇതിൻ്റെ അർത്ഥമെന്തെന്നാൽ അന്ധകാരവും ശീതളത്വവും ഇല്ലാതാക്കുന്നവനെ, ശത്രുക്കളെ നശിപ്പിക്കുന്ന ധൈര്യവും സമാധാനവും ഉള്ളവനെ, ദുഷ്ടസങ്കല്പങ്ങളെ ഇല്ലാതാക്കുന്ന ദൈവമേ, ജ്യോതിഷശാസ്ത്രത്തിലെ മുൻനിര അധിപനെ നിനക്ക് നമസ്കാരം. ഇതിൻ്റെ ഫലം സൂര്യനെ ഈശ്വരനായും ജ്യോതിഷ പിതൃത്വത്തോടും അന്ധകാരവും ശത്രുക്കളെയും നശിപ്പിക്കുന്ന ദൈവമായും വിശേഷിപ്പിക്കുന്നു. ഇത് ജപിച്ചാൽ ഭയം, ദുർബലത അകറ്റി ധൈര്യം പകരും. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാകും. ശത്രുനിവൃത്തി ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. അന്ധകാരവും ശത്രുക്കളും നശിപ്പിക്കുന്ന, ധൈര്യവും സമാധാനവും പകരുന്ന ജ്യോതിഷഗാനങ്ങളുടെ രാജാവായ സൂര്യദേവന് നമസ്കാരം. 21-ാം ശ്ലോകത്തിൽ സൂര്യനെ അഗ്നിയെയും വേലിയെടുക്കുന്ന കർമ്മശക്തിയെയും ധാരകനായ ദൈവമായും ലോകങ്ങളെ സാക്ഷ്യമായി നോക്കുന്നവനായും വന്ദിക്കുന്നു. ശ്ലോകം ഇങ്ങനെയാകുന്നു: തപ്തചാമീകരാഭായ വന്യേ വിശ്വകർമ്മണി നമസ്തമോഭിനിഗ്നായ രവയേ ലോകസാക്ഷിണി. അർത്ഥമെന്തെന്നാൽ
ചൂടും അഗ്നിയുടെ ശക്തിയും നൽകുന്നവനെ, ദുർഗന്ധവും അനിഷ്ടവസ്തുക്കളും ഇല്ലാതാക്കുന്നവനെ, സകല സൃഷ്ടിയുടെയും കർത്താവായ അന്ധകാരം നശിപ്പിച്ച ലോകങ്ങളെ സാക്ഷ്യമായി നോക്കുന്ന സൂര്യദേവനെ, നിനക്ക് നമസ്കാരം. ഇതിൻ്റെ ഫലം സൂര്യൻ പ്രകാശവും താപവും ശുചിത്വവും സൃഷ്ടി സംരക്ഷണവും പ്രതിനിധീകരിക്കുന്നു. ഈ ശ്ലോകം ജപിച്ചാൽ അപമാനം, അനിഷ്ടം, അണുബാധകൾ മാറും. ഉജ്ജ്വലമായ വിജയമുണ്ടാകും. ഭക്തിയുടെ സ്ഥിരത വർദ്ധിക്കും. ജീവിതത്തിൽ ദിവ്യമായ കൃത്യത വന്നുചേരും. അഗ്നിയുടെ തപനവും ശുചിത്വവുമുള്ള അന്ധകാരം നശിപ്പിച്ച് ലോകങ്ങളെ സാക്ഷിയായി നോക്കുന്ന സൂര്യദേവനെ നമസ്കാരം. 22-ാം ശ്ലോകം. സൂര്യനെ സൃഷ്ടിയും നാശനവും നിയന്ത്രിക്കുന്ന പരമാധിപനായ ദൈവമെന്ന നിലയിൽ വന്ദിക്കുന്നു. ശ്ലോകം ഇങ്ങനെയാകുന്നു: നാശയത്യേഷ വൈഭൂതം തദേവസ്യ ജതി പ്രഭും പായത്യേഷ തപത്യേഷ വർഷത്യേഷ ഗഭസ്തിബി. അർത്ഥം: സൃഷ്ടിയെയും നാശനത്തെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന, സകല ഭാവങ്ങളുടെ യജമാനനായ, സംരക്ഷിക്കുകയും ചൂടും മഴയും പകരുകയും ചെയ്യുന്ന, ഭൂമിയും ഭൂപ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന സൂര്യദേവൻ. ഇതിൻ്റെ ഫലം: സൃഷ്ടി, സംരക്ഷണം, നാശനം എന്നിവയുടെ സാക്ഷാത്കാര സ്വഭാവമാണ് സൂര്യൻ. പ്രകൃതി ചക്രത്തിൻ്റെ പ്രധാന പങ്കുവഹിക്കുന്ന ആൾ. ഇത് ജപിച്ച ജീവിതത്തിൽ സമത്വം, ദീർഘായുസ്, ശക്തി, ധൈര്യം എന്നിവ ലഭിക്കും. സൃഷ്ടിയും നാശനവും പാലിക്കുന്നവൻ, സംരക്ഷണവും ചൂടും മഴയും പകരുന്നവൻ, സകല ഭൂമിയുടെ യജമാനനായ സൂര്യദേവന് നമസ്കാരം. 23-ാം ശ്ലോകം. സൂര്യദേവനെ ജഗത്തിൻ്റെ ജാഗരൂകത്വമായും യാഗങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾക്കും താനായി നിലകൊള്ളുന്ന പരമേശ്വരൻ എന്ന നിലയിലും പ്രതിപാദിക്കുന്നു. 23-ാം ശ്ലോകം എന്തെന്നാൽ: ഏഷ സുപ്തേഷു ജാഗർത്തി ഭൂതേഷു പരിനിഷ്ഠിത ഏഷ ഏവാഗ്നിഹോത്രം ചാഫലം ചൈവാഗ്നിഹോത്രിണാം. ഇതിൻ്റെ അർത്ഥമെന്തെന്നാൽ, ഈ സൂര്യദേവൻ ഉറങ്ങുന്നവരിലും ജാഗരൂകനായ നിലയിൽ സകല ജന്തുജാലങ്ങളിലും സ്ഥിരമായി നിലകൊള്ളുന്നവനാണ്. അഗ്നിഹോത്രമായും, അതായത് യാഗമായും അതിൻ്റെ ഫലമായും നിൽക്കുന്നതും ഈ സൂര്യദേവൻ തന്നെയാണ്. ഇതിൻ്റെ ഫലം എന്തെന്നാൽ, സൂര്യൻ ഇവിടെ അജ്ഞതയിലും ജ്ഞാനത്തിലും സാക്ഷിയായി തന്നെ നിലകൊള്ളുന്നു. ധർമ്മയാഗങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾക്കും ആധാരശക്തിയാണ്. ഈ ശ്ലോകം ജപിച്ചാൽ ഭക്തിയുടെ ഉണർവ്, ധാർമ്മിക ബോധം, പുണ്യഫലങ്ങൾ, മനസ്സിൻ്റെ ജാഗ്രത എന്നിവ ലഭിക്കുന്നു. സകല ജീവജാലങ്ങളിലുമുള്ള ജാഗരൂകനായ ദൈവം, യാഗവും അതിൻ്റെ ഫലവും തന്നെയായ ആ സൂര്യദേവനെ നമസ്കാരം ചെയ്യുന്നു. 24-ാം ശ്ലോകം. സൂര്യനെ വേദങ്ങൾ, യാഗങ്ങൾ, യാഗഫലങ്ങൾ, ലോകത്തിൽ ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളുടെയും കർത്താവായി പ്രതിപാദിക്കുന്നു. ശ്ലോകം: വേദാശ്ചാം ക്രതവശ്ചൈവ ക്രതൂനാം ഫലമേവ ച യാനി കൃത്യാനി ലോകേഷു സർവ ഏഷ രവിപ്രഭു. ഇതിൻ്റെ അർത്ഥമെന്തെന്നാൽ, വേദങ്ങളായും യാഗങ്ങളായും അവയുടെ ഫലങ്ങളായും പോലും ഈ സൂര്യദേവൻ നിലനിൽക്കുന്നു. ലോകങ്ങളിൽ ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളുടെയും യജമാനനായി നിലകൊള്ളുന്നതും ഈ രവിദേവൻ തന്നെയാണ്. ഇതിൻ്റെ ഫലം: ശ്ലോകം സൂര്യനെ ധർമ്മത്തിൻ്റെ ആധാരമായും സമസ്ത കർമ്മഫലങ്ങളുടെ ദായകനായുമാണ് സ്തുതിക്കുന്നത്. ഇത് ജപിച്ചാൽ പുണ്യഫലങ്ങൾ ഉറപ്പുവരും, കർമ്മശുദ്ധി ഉറപ്പുവരും, വേദജ്ഞാനത്തോടുള്ള ആകർഷണം തീർച്ചയായും ഉണ്ടാകും. വേദങ്ങളും യാഗങ്ങളും അതിൻ്റെ ഫലങ്ങളും ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും അവൻ തന്നെയാണ്. അതാണ് ഈ സൂര്യദേവൻ. 25-ാം ശ്ലോകം. ഈ ശ്ലോകത്തിൽ മഹർഷി അഗസ്ത്യൻ ശ്രീരാമനോട് പറയുന്നു: ആപത്തുകളിലും കാടുകളിലും ഭയങ്കരമായ ഏത് സാഹചര്യങ്ങളിലും ഈ ജപം ജപിക്കുന്നവൻ ഒരിക്കലും തളരുകയില്ല. ഏനമാപൽ സുകൃശ്ചേഷു കാന്താരേഷു ഭയേഷു ച കീർത്തയൻ പുരുഷ കശ്ചിന്നാവശിതതി രാഘവ. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ, ഈ ആദിത്യ ഹൃദയ സ്തോത്രം ആരെങ്കിലും ജപിച്ചാൽ ഭയങ്കരമായ കാടുകളിലാണെങ്കിലും ആപത്ഘട്ടങ്ങളിലാണെങ്കിലും ബുദ്ധിമുട്ടുകളിലാണെങ്കിലും അവൻ ഒരിക്കലും തളരുകയില്ല. ഒരിക്കലും അവന് തോൽവി ഉണ്ടാകുകയില്ല. ശ്രീരാമ, നീയും ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ ഫലം: ഈ ശ്ലോകം അഗസ്ത്യ ഋഷിയുടെ ഉറപ്പുള്ള വാക്കുകളാണ്. ആപത്ത്, കാട്, ഭയം ഈ സ്തോത്രം ജപിച്ചാൽ ഇതെല്ലാം തന്നെ അതിജീവിക്കാം. ഇത് ജപിക്കുന്നവനുണ്ടാകുന്ന ആത്മശക്തി, മനസ്സിന് ആശ്വാസം, ധൈര്യം, ദൈവാനുഗ്രഹം ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. 26-ാം ശ്ലോകം. ശ്രീരാമനോട് മഹർഷി അഗസ്ത്യൻ പറയുന്ന സൂചികയുള്ള ഉപദേശമാണ്. ഏകാഗ്രതയോടെ സൂര്യഭഗവാനെ പൂജിച്ചാൽ, ഇത് 3 വട്ടം ജപിച്ചാൽ യുദ്ധത്തിൽ ജയം ഉറപ്പാണ് എന്ന സന്ദേശം നൽകുന്നു. ശ്ലോകം ഇങ്ങനെയാകുന്നു:
പൂജയസ്സേനമേകാഗ്ര ദേവദേവം ജഗത്പതിം ഏതത്രിഗുണിതം ജപ്ത്വ യുദ്ധേഷു വിജയിഷ്യസി. ഇത് 3 പ്രാവശ്യം ജപിക്കണമെന്ന് വ്യക്തമായി ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഏകാഗ്രതയോടെ ലോകാധിപനായ ദേവദേവനെ പൂജിക്കണം. ഈ ആദിത്യ ഹൃദയ സ്തോത്രം 3 പ്രാവശ്യം ജപിച്ചാൽ യുദ്ധങ്ങളിൽ നീ ജയിക്കും ശ്രീരാമ. ഇതിൻ്റെ ഫലം മനസ്സിൻ്റെ ഏകാഗ്രതയും ഭക്തിയുമാണിതിൻ്റെ ആധാരശക്തി. 3 തവണയാണ് ജപിക്കേണ്ടത്. മനസ്സിൻ്റെ ഉറച്ച നിലയ്ക്ക് കാരണമാകുമിത്. വിജയത്തിന് ദൈവാനുഗ്രഹം ഉറപ്പാക്കും. ഇവിടെ യുദ്ധം അർത്ഥമാക്കിയാൽ ജീവിത സമരങ്ങളും ആന്തരിക പോരാട്ടങ്ങളും ബാഹ്യപ്രശ്നങ്ങളും ഉൾപ്പെടാം. ദേവദേവനായ സൂര്യനെ ഏകാഗ്രതയോടെ പൂജിക്കൂ. ഈ സ്തോത്രം 3 പ്രാവശ്യം ജപിക്കൂ. നിനക്ക് യുദ്ധത്തിൽ ജയമുറപ്പാണ്. 27-ാം ശ്ലോകം. ഈ ശ്ലോകത്തിൽ മഹർഷി അഗസ്ത്യൻ ശ്രീരാമനോട് ഉറച്ച ഭാവത്തിൽ പറയുന്നു, ഈ നിമിഷം തന്നെ നീ രാവണനെ സംഹരിക്കും എന്ന്. ഭാവപ്രകാരം വിജയം പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം സ്വന്തം വഴിയിൽ തിരികെ പോകുകയാണ്. ശ്ലോകം. അസ്മിൻ ക്ഷണേ മഹാബാഹോ രാവണം ത്വം വദിഷ്യസി ഏവമുക്ത്വാ തഥാഗസ്ത്യോ ജഗാമച യഥാഗതം. ഈ നിമിഷത്തിൽ നീ രാക്ഷസനായ രാവണനെ സംഹരിക്കും മഹാബാഹുവേ. ഇങ്ങനെ പറഞ്ഞ ശേഷം മഹർഷി അഗസ്ത്യൻ സ്വന്തം വഴിയിൽ തിരിച്ചു പോകുകയാണ്. ഇതിൻ്റെ ഫലം ഈ ശ്ലോകം വിശ്വാസവും ആത്മവിശ്വാസവുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഭക്തിക്ക് ശേഷം വിജയത്തിൻ്റെ ഉറപ്പ് സാക്ഷാൽ ദൈവദൂതനായ ഋഷിയിലൂടെ നൽകിയിരിക്കുന്നു. ജപിച്ചതിന് ശേഷം ഭഗവത് കൃപ തത്സമയം പ്രകടമാകും എന്നതിൻ്റെ പ്രതീകം. 28-ാം ശ്ലോകത്തിൽ ശ്രീരാമൻ്റെ മനസ്സിൽ വന്ന ഉജ്ജ്വലമാറ്റം വിശേഷിപ്പിക്കുന്നു. അഗസ്ത്യൻ്റെ ഉപദേശം കേട്ട ശേഷം ഭയം വിട്ട് സന്തോഷത്തോടെയും ഭക്തിയോടെയും അദ്ദേഹം ആത്മശുദ്ധിയോടെ ആ സ്തോത്രം അനുസരിക്കുന്നു. ശ്ലോകം. ഏതശ്ചിത്തോ മഹാതേജ നഷ്ടശോകോ ഭവത്തത ധാരയാമാസ് പ്രീതു രാഘവ പ്രയതാത്മവാൻ. ഇതിൻ്റെ അർത്ഥമെന്തെന്നാൽ ഇത് കേട്ട ശേഷം മഹത്തായ തേജസ്സുള്ള ശ്രീരാമൻ്റെ ദുഃഖമകന്നു. ആത്മനിയന്ത്രണമുള്ള ശ്രീരാമൻ വളരെ സന്തോഷത്തോടെ ഈ സ്തോത്രം മനസ്സിൽ ഉൾക്കൊണ്ടു. ഈ ശ്ലോകം ഭക്തിയുടെ ശക്തിയാണ് വ്യക്തമാക്കുന്നത്. ശ്രീരാമനെ പോലൊരു ധീരനായ വീരനായ തനിച്ചുള്ള സമയത്ത് ദുഃഖിതനായും പോകുന്ന അദ്ദേഹം ദൈവജ്ഞാനത്താൽ വീണ്ടും ശക്തനായിത്തീരുന്നു. ആചാരപരമായി ഭക്തി ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഈ സ്തോത്രം നമ്മെ ഉറപ്പിച്ച് കാണിച്ചു തരികയാണ്. ശ്രീവചനങ്ങൾ കേട്ട ശേഷം രാമൻ്റെ ദുഃഖമകന്നു. സന്തോഷത്തോടെയും ആത്മനിയന്ത്രണത്തോടെയും അദ്ദേഹം ഈ ദിവ്യസ്തോത്രം ഏറ്റെടുത്തു. 29-ാം ശ്ലോകം. ശ്രീരാമൻ്റെ ആന്തരിക ഉണർവും ആത്മവിശ്വാസവും അടയാളപ്പെടുത്തുന്നു. സൂര്യനെ ദർശിച്ച് സ്തുതിച്ച് ജപിച്ച ശേഷം മഹാസന്തോഷത്തോടെ ശുദ്ധനായി വീരതയോടെ ധനുസ്സെടുത്ത് യുദ്ധത്തിനൊരുങ്ങുന്നു. ശ്ലോകം ഇങ്ങനെയാകുന്നു. ആദിത്യം പ്രേക്ഷ്യ ജപ്ത്വാ തു പരം ഹർഷമവാപ്തവാൻ ത്രിരാജമ്യ ശുചിർഭൂത്വ ധനുരാധായ വീര്യവാൻ. ഇതിൻ്റെ അർത്ഥമെന്തെന്നാൽ ശ്രീരാമൻ സൂര്യനെ ദർശിച്ച് ആദിത്യ ഹൃദയം ജപിച്ച ശേഷം വളരെ മഹാനന്ദം അനുഭവിച്ചു. 3 തവണ ആചമനം ചെയ്ത് ശുദ്ധതയോടെ വീരതയോടെ ധനുസ്സെടുത്ത് യുദ്ധത്തിന് ഒരുങ്ങുന്നു. ഈ ശ്ലോകം ജീവിത വിജയത്തിനുള്ള ആത്മസംസ്കാരം വിശദീകരിക്കുകയാണ്. ദർശനം, ജപം, ഹർഷം, ശുദ്ധി, ആയുധധാരണം, പ്രവൃത്തി, ഇങ്ങനെ പോകുന്നു ഇതിൻ്റെ അർത്ഥം. അതായത് ദൈവസ്മരണയും ആത്മവിശ്വാസവും ജീവിത സമരത്തിനുള്ള യഥാർത്ഥ ആയുധങ്ങളാണ്. ആദിത്യ ഹൃദയത്തിലെ 30-ാം ശ്ലോകം. ഇതിൽ ശ്രീരാമൻ്റെ അന്തസ്സായ ധൈര്യവും ഉറച്ച വിജയസങ്കല്പവുമാണ് പ്രതിപാദിക്കുന്നത്. മഹോത്സാഹത്തോടെയും എല്ലാ ശ്രമത്തോടെയും രാവണനെ സംഹരിക്കാനുള്ള പ്രതിജ്ഞയോടെ യുദ്ധത്തിനെത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്ലോകം. രാവണം പ്രേക്ഷ്യ ഹൃഷ്ടാത്മ യുദ്ധായ സമുപാഗമത് സർവയത്നേന മഹതാവതേ തസ്യ ധൃതോഭവത്. ഇതിൻ്റെ അർത്ഥം രാമൻ വൈകാതെ രാവണനെ ദൃഷ്ടിച്ചു. ഹർഷഭരിതനായ മനസ്സോടെ യുദ്ധത്തിനായി അടുത്തു. അവനെ സംഹരിക്കാനായി മഹത്തായ പരിശ്രമത്തോടെ ഉറച്ച പ്രതിജ്ഞയോടെ അദ്ദേഹം ഒരുക്കം ചെയ്തു. ഈ ശ്ലോകം ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ആദിത്യ ഹൃദയം ജപിച്ച ശേഷം ഭയമില്ല. യുദ്ധത്തിനൊരുങ്ങുന്ന ധൈര്യവാനായ ഭക്തൻ ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നതിനും വിജയത്തിലേക്കുള്ള നിർണായകമായ ചുവടുകൾ വ്യക്തമാക്കുന്നു. ഉറച്ച മനസ്സും ആത്മവിശ്വാസവുമാണ് വിജയം നിർമ്മിക്കുന്നത്. രാമൻ രാവണനെ ദൃഷ്ടിച്ചു. ഹർഷവും ധൈര്യവുമോടെ വധത്തിനായി ഉറച്ച പ്രതിജ്ഞയോടെ യുദ്ധത്തിനിറങ്ങി. ആദിത്യ ഹൃദയത്തിലെ അവസാന ശ്ലോകം 31-ാം ശ്ലോകം. ഈ ശ്ലോകത്തിൽ സൂര്യദേവൻ ശ്രീരാമൻ്റെ ഉന്മേഷവും ധൈര്യവും കാണുമ്പോൾ അദ്ദേഹം പരമസന്തോഷത്തോടെ ദൈവഗണങ്ങളോട് പറയുന്നു, ഇനി നിശാചരനായ രാവണൻ്റെ സംഹാരം തീർച്ചയാണ്.
ഈ ശ്ലോകം ഇങ്ങനെയാകുന്നു: അഥരവി രവതന്യരേഷരാമം ഉദിതമനാ പരമം പ്രഹർഷ്യമ നിശാചരപതി സംക്ഷയം വിദിത്വ സുരഗണമധ്യഗതോ വജസ്ത്വരേതി. ഇതിൻ്റെ അർത്ഥം, ശ്രീരാമൻ്റെ ധൈര്യവും തേജസ്സും സൂര്യദേവൻ കണ്ട ശേഷം പരമാനന്ദത്തോടെ രാവണൻ്റെ സംഹാരം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് ദേവതകളുടെ ഇടയിലെത്തിയിട്ട് ത്വരിക്കൂ എന്ന് ഉത്സാഹത്തോടെ പറയുന്നു. ശ്രീരാമൻ്റെ ആത്മവിശ്വാസമുണർത്തി ദൈവശക്തിയും ആത്മതേജസ്സും ഒരുമിച്ചപ്പോൾ വിജയം ഉറപ്പായി. സൂര്യദേവൻ തന്നെ വിജയം പ്രഖ്യാപിക്കുന്നു. അത് ഭക്തർക്കുള്ള പരമ ആശ്വാസമാണ്. സൂര്യദേവൻ ഉല്ലാസത്തോടെ ദേവതകളോട് പറയുന്നു: നിശാചരനായ രാവണൻ്റെ സംഹാരം തീർച്ച, ത്വരിക്കൂ. ആദിത്യ ഹൃദയ സ്തോത്രം 31 ശ്ലോകങ്ങളിലൂടെ ശ്രീരാമൻ്റെ ആത്മതേജസ്സും സൂര്യഭഗവാന്റെ ദൈവിക ശക്തിയും ചേർന്നുണ്ടാകുന്ന വിജയത്തിൻ്റെ വഴിയാണ് കാണിച്ചു തരുന്നത്. ഭയത്തിലാകുമ്പോഴും ദുർബലനാകുമ്പോഴും ദുഃഖഭരിതനാകുമ്പോഴും പരമാർത്ഥികമായ ഒരു ഉപദേശമാണ് മഹർഷി അഗസ്ത്യൻ ശ്രീരാമനോട് നൽകിയത്. അത് നാം ഓരോ ഭക്തർക്കും ഉള്ളതാണ്. ഭഗവാൻ ആദിത്യൻ അനുഗ്രഹിക്കും. ഭക്തിയും ആത്മശുദ്ധിയും കൊണ്ട് നീ ജയം നേടും. ഇതിലെ പ്രധാന സന്ദേശങ്ങൾ: ദൈവസ്മരണയിലൂടെ ധൈര്യം തിരിച്ചു പിടിക്കാം. ശക്തിക്ക് ഉറവിടം ദൈവാനുഗ്രഹമാണ്. ശ്രദ്ധയോടെ ജപിച്ചാൽ ഭയം മാറി ആത്മവിശ്വാസം തുളുമ്പും. ആദിത്യ ഹൃദയം നിത്യജപത്തിന് ഏറ്റവും ഉചിതമാണ്. ഇത് ജപിച്ചാലുണ്ടാകുന്ന ഫലം: ശത്രുക്കളെ ജയിക്കാം, ആത്മവിശ്വാസം വർദ്ധിക്കാം, ആരോഗ്യം വർദ്ധിപ്പിക്കാം, ആയുസ് വർധനവും വിജയലാഭവും ഉണ്ടാകും. നിസ്സഹായനായി നിന്ന രാമൻ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദിത്യ ഹൃദയം അദ്ദേഹത്തെ മാറ്റി. വീരത, വിശ്വാസം, വിജയം ഇതൊക്കെയാണ് ഈ സ്തോത്ര ജപത്തിൻ്റെ ശക്തി. ആദിത്യ ഹൃദയ ശ്ലോകങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഭക്തി ഉള്ളിടത്ത് ദൈവം ഒരിക്കലും വിട്ടുനിന്നു പോകില്ല. എല്ലാ പരീക്ഷകളിലും വിജയം നേടാനായിട്ട് നമ്മെ സഹായിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.